എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയാറ്റൂരാണ്. തൊട്ട് മുമ്പേ നമ്മൾ മറ്റൊരു റംബൂട്ടാൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഒന്ന് കൃഷി രീതിയെ പറ്റിയും ഒരുപാട് വിട്ടുപോയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇന്നും ഇവിടുത്തെ വിളവെടുക്കുന്ന നല്ലൊരു തോട്ടത്തിലാണ്. അപ്പോൾ മലയാറ്റൂരാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു കൃഷി വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു പോകുന്നതും ആയിട്ടുള്ള ഒരുപാട് ജോലികളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൃഷി രീതികളും ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ 1000 ചെടിയുള്ളൊരു തോട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ എല്ലാം പറിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഏകദേശം ഉച്ചയായി. ഉച്ച സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും മാറിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് എടുത്ത് ഈ കൃഷി രീതിയെ പറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ മറക്കാതെ മിസ് ചെയ്യാതെ നിങ്ങൾ ഇത് ഫുള്ള് കാണുക. കാരണം A to Z കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാറ്റൂർ ജോജി ചേട്ടൻ്റെ തോട്ടത്തിലാണ്. ജോജി ചേട്ടൻ്റെ മകനാണ്. ഹലോ ബ്രോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോയൽ. അപ്പോൾ ജോജി ചേട്ടനും ഉണ്ട്. നമുക്കപ്പോൾ ഈ ഒരു കൃഷിയെ പറ്റിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു തരാമല്ലോ. പിന്നല്ല, ഓക്കെ, നമുക്ക് ഈ തോട്ടമൊക്കെ ആദ്യം ഒന്ന് നോക്കാം. ഇത് എത്രാമത്തെ വിളവെടുപ്പാണ് ഈ ആരംഭിച്ചതിന്? 15ാമത്തെ വിളവെടുപ്പാണത്, ഈ ഒരു ജൂൺ കഴിഞ്ഞതിന് ശേഷം. അപ്പം മാസത്തിൽ എത്ര വരുന്നുണ്ട്? മാസത്തിൽ എത്ര വിളവെടുത്ത് വരുന്നുണ്ട്? അത് നമുക്ക് ഡിപ്പെൻസ് ആണ്. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മാറി മാറി വേറെ വേറെ തോട്ടങ്ങളിൽ നമ്മൾ കട്ടിങ് കിടക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന വെറൈറ്റി ഏതാണ്? ഇവിടെ N18 ആണ്. N18 ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ A to Z. അപ്പോൾ നമ്മുടെ ബേസ്മെൻറ്റ് തൊട്ട് കൃഷി എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഡാഡി പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, തോട്ടമൊക്കെ ഒന്ന് കണ്ടാണ് പോകുന്നത്. കണ്ടോ, ഇപ്പോൾ 1000 ചെടിയുണ്ടല്ലോ അതിനകത്ത്. 1000 ചെടിയുണ്ട്. അപ്പോൾ 1000 മരത്തിൽ നിന്ന് നമ്മൾ ഇത്രയും എടുത്തു വന്നപ്പോൾ നല്ല കായുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ജോജി ചേട്ടനോട് നിൽക്കുന്നു. ജോജി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഈ റംബൂട്ടാൻ കൃഷിയെ പറ്റിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോജി, വീട് മലയാറ്റൂരാണ്. ഞാനൊരു റംബൂട്ടാൻ കർഷകനാണ്. മറ്റേ റംബൂട്ടാൻ അല്ലാതെ മറ്റെന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടോ? തെങ്ങുണ്ട്, ജാതിയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റംബൂട്ടാനാണ്. അപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി ഇതിനകത്ത് N18 ആണ്. ഏറ്റവും നല്ല വെറൈറ്റി N18 തന്നെയാണ്. അപ്പോൾ എത്ര ഏക്കർ നമ്മൾ ചെയ്യുന്നുണ്ട്? ഇത് നമ്മളൊരു 1.5 ഏക്കറാണ് ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ തോട്ടങ്ങൾ എടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള തോട്ടങ്ങളായി നമ്മൾ എടുക്കുന്നുണ്ട്. ലീസിന് എടുക്കുവാണെങ്കിൽ ലീസിന് 1 വർഷത്തേക്ക് എടുക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ കൃഷി ഇറക്കുമല്ലോ. കൃഷി ഇറക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു നടീൽ രീതി തൊട്ടൊന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ ഈ തോട്ടം വെച്ചേക്കുന്നത് 20 അടി അകലത്തിലാണ്. ഇത് 40 അടിയാണ് ശരിക്കും വേണ്ടത്. 40 അടി ആകുമ്പോൾ നന്നായി നല്ല രീതിയിൽ ഇതിന് വളർച്ച കിട്ടും, നല്ല ഉൽപ്പാദനം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഇത് ഓരോന്നിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. മികച്ച ഈ വളപ്രയോഗ രീതി ഉണ്ടല്ലോ, പ്രയോഗമാണ് നമ്മൾ ഈ ഒരു റംബൂട്ടാൻ നമ്മൾ ചെയ്യുന്നത്. എത്രൻ്റെ അളവൊക്കെ ഒന്ന് പറയാൻ സാധിക്കുമോ? അതായത് നമ്മൾ ഇപ്പോൾ എല്ലുപൊടിക്ക് ഒരു 2 കിലോ ഒരു ടൈമിന് ഇട്ട് കൊടുക്കും. പിന്നെ അതുമാതിരി തന്നെ ആട്ടുംകാട്ടിടും. അതിക്ക് ഒരു 10-30 കിലോ ഒരു മരത്തിന് ഇട്ട് കൊടുക്കും. പിന്നെ SOP പൊട്ടാഷ്, അതെ, അതൊരു 3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു വർഷത്തിലല്ലേ കായ ഉണ്ടാവുന്നത്? അത് വർഷത്തിൽ 1 പ്രാവശ്യം കായ ഉണ്ടാവുള്ളൂ. ഇതൊരു ജനുവരി ഫെബ്രുവരി ടൈമാണ് ഇത് പൂവിടുന്നത്. അപ്പോൾ ഒരു റംബൂട്ടാൻ തൈ നമ്മളിവിടെ പ്ലാന്റ് ചെയ്തല്ലോ. അപ്പോൾ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള റംബൂട്ടാൻ്റെ തൈ ഏതാണ്? N18 ആണ്. നമുക്ക് സെയിലിന് ഏറ്റവും നല്ലത് N18 തന്നെയാണ്. അപ്പോൾ N18 പ്രത്യേകത എന്താ? N18 ഒരു 18 കായ, നമ്പർ ഓഫ് 18, 18 കായ ഉണ്ടെങ്കിൽ 1 കിലോ ആണ് കണക്ക്. പക്ഷേ ഇത് അത്രയും വരില്ല. ഏകദേശം ഒരു 20, 28, 25 കായൊക്കെ ആണെങ്കിൽ 1 കിലോ വരും. 1 കിലോ വരും, അതാണ് കണക്ക്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 3-ാം വർഷം തൊട്ട് വിളവെടുക്കാം അല്ലേ? 3-ാം വർഷം തൊട്ട് വിളവെടുക്കാം. നമ്മുടെ എന്തായാലും ചിലവ് ചെയ്യുന്ന കാശ് 3-ാം വർഷം കിട്ടും, നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ. റംബൂട്ടാൻ നട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ റംബൂട്ടാൻ നടും, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല. ഈ തൈ നടുമ്പോൾ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ 2 അടി സമയത്തിൽ കുഴിയെടുക്കുക. അതിൽ ചാണകം, എല്ലുപൊടി ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തൈ നടുക്ക് വെച്ച് വെള്ളം ഒരു പ്രാവശ്യം കെട്ടി നിൽക്കരുത്, പൊക്കി വയ്ക്കണം. അത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്താലാണ്. പിന്നെ അതിൽ സംരക്ഷണം ചപ്പ് വയ്ക്കും, എന്തെങ്കിലും ഇടാം. അപ്പോൾ പെട്ടെന്ന് വളർച്ച കിട്ടും. പിന്നെ മസ്റ്റായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ വെള്ളം ഉള്ള സൗകര്യം വേണം. അങ്ങനെയാണ് കൃഷി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് വെള്ളം പോകാതെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് വേനൽക്ക് നന്നായിട്ട് വെള്ളം അത്യാവശ്യമാണ്. വെള്ളമില്ലാതെ ഈ കൃഷി മുന്നോട്ട് പോകാൻ
സാധിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ അടിവളം കൊടുക്കുന്നില്ല, ചാണകവും എല്ലോടി അങ്ങനെ, അത് മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളൂ. അത് അടിവളം കൊടുക്കും. പിന്നെ നമുക്ക് ഒരു ഇടപെട്ട് ഒരു 2 വർഷത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ മറ്റു വളങ്ങളും ഇട്ട് കൊടുക്കും. പിന്നെ ഉൽപ്പാദനത്തിൽ ഇതിലേക്ക് കായ ആയി തുടങ്ങി നമ്മൾ പൊട്ടാഷ് മറ്റു വളങ്ങളും പിന്നെ SOP സ്പ്രേ ചെയ്യും ഒരു 3 പ്രാവശ്യം. അങ്ങനെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് കായ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഏകദേശം 10 വർഷമായെന്നല്ലേ പറയാം നമ്മുടെ കൃഷി രീതികൾ. അപ്പോൾ ഇത്രയും വർഷത്തിലെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ മാർക്കറ്റ് എപ്പോഴും ഫ്ലക്ച്വേഷൻ ഉണ്ടാകാം, വില കൂടാം താഴാം. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്? നമ്മൾ അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ വിറ്റുവാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കിങ്ങനെ പഴയ ബയേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യും. അവർ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ നമുക്കൊരു ഇന്നൊരു വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കാര്യം വില ഇപ്പോൾ താഴ്ന്നെങ്കിലും നമ്മൾ മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പല കർഷകരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റബ്ബർ. ഞാൻ തൊട്ടുമുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ഈ കർഷകർക്ക് ഇത് വിറ്റ് പോകാനൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മറ്റവരെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്ത് ചെയ്യാറുണ്ട്. നല്ല ക്വാളിറ്റി ആയിരിക്കണം. അതിൽ റംബൂട്ടാൻ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെ വിറ്റ് പോയിക്കോളും. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. ഇനി ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റാണെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഇത്രയും നാളും നല്ല വിലയുള്ളവരുണ്ട്, നമുക്ക് വലിയ പ്രശ്നമായിട്ട് വന്നില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ കർഷകരെ ഇനി പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള ഈ റംബൂട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ അടുത്ത് നിന്ന് നമുക്കത് എടുത്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പരമാവധി നമ്മൾ തന്നെ തോട്ടങ്ങളിലെടുത്ത് നമ്മൾ തന്നെ ക്വാളിറ്റിയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് നമ്മുടെ ബയേഴ്സിന് അതിന് നല്ല ഡിമാൻഡുണ്ട്. നമ്മുടെ ഐറ്റം ചെന്നാൽ അത് നമ്മൾ മെയിൻറ്റെയിൻ എപ്പോൾ ചെയ്താൽ മുന്നോട്ട് പോകണം. അപ്പോൾ നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനകത്ത് പരിഗണിക്കുക? നമ്മൾ അതിന് മീലിബഗ് പിന്നെ ഉറുമ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിന് കായ്ക്കുണ്ടോ? അത് വേണ്ട ഇതിന്മേൽ മീലിബഗ് ഉണ്ടാവും. അതൊന്നും ഇല്ല അതിനൊക്കെ നമ്മൾ ഫ്രഷാണ് വേണ്ട. പിന്നെ ഉറുമ്പ് വന്നാൽ കറുത്ത് പോവും. അപ്പോൾ ഈ കറുത്ത ഉറുമ്പ് വന്നാൽ ഈ തിരിവ് വരും, അതൊത്തിരി നഷ്ടം വരും. നമ്മൾ കുറച്ച് ചെയ്താലും അതിനെ ക്വാളിറ്റിയിൽ ചെയ്യാം. അതാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈസ് ആവറേജ് ഒരു 30 ഗ്രാം 40 ഗ്രാമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ നമ്മുടെ വളപ്രയോഗവും കാര്യങ്ങളും അതിനനുസരിച്ച് അതിൻ്റെ സൈസ്. ഓക്കെ. ഈ റംബൂട്ടാൻ്റെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജോയലിൻ്റെയും ജോയിച്ചേട്ടൻ്റെയും തോട്ടത്തിൽ. അപ്പോൾ നമുക്ക് കണ്ട് ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്നൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് താജഹാൻ എൻക്വയറി ആയിട്ട് വന്നതാണ്. നമ്മുടെ ബയ്യറാണ്. അപ്പോൾ ആള് തോട്ടം കാണാൻ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ജോയലേ, അപ്പോൾ അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു റംബൂട്ടാൻ്റെ കൃഷിയിലും ഒക്കെ ആയിട്ടാണല്ലോ ഇനി ജോയലിനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റംബൂട്ടാൻ കൃഷിയുടെ അനന്ത സാധ്യതകളെ പറ്റി മുമ്പുണ്ടായിരുന്നത് പാസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടോ, അതിനെപ്പറ്റിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഇത്രയും പഠിച്ചിട്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനന്ത സാധ്യതകളും മനസ്സിലാക്കിയിട്ടാണല്ലോ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ബിസിനസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ജോലി സ്റ്റഡി ചെയ്തത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന കൊല്ലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടാനാണ് ചാൻസ്. നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിന് പറ്റിയ കാലാവസ്ഥയാണ് ഉള്ളത്. ഇന്ത്യയിൽ വേറെ എങ്ങും ഈ റംബൂട്ടാന് പറ്റിയ കാലാവസ്ഥയില്ല. അതും മാത്രമല്ല കേരളത്തിൽ ഈ പാലക്കാട് കഴിഞ്ഞ് തൃശ്ശൂർ, പിന്നെ ചാലക്കുടി, അങ്കമാലി, മലയാറ്റൂർ, ഇതുപോലെ തന്നെ അങ്ങോട്ട് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ കോട്ടയം, പാല, ആ സൈഡിലേക്കാണ് ഇങ്ങനെയാണ് അതിൻ്റെ കൃഷി പോകുന്നത്. ഇവിടുത്തെ മണ്ണാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഈ റംബൂട്ടാൻ കൃഷിക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണിലാണ് ഈ സാധനത്തിന് നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുള്ളൂ. അതേസമയം പാലക്കാട് സൈഡിലൊക്കെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിലും അതിൻ്റെ കാര്യങ്ങളും പറ്റാത്ത കാരണം ഇതിൻ്റെ കൃഷി രീതി ഒട്ടും സ്യൂട്ടബിൾ അല്ല. അവിടെ പറ്റിയത് വേറെ കൃഷികളാണ്, ഡ്രാഗൺ അങ്ങനത്തെ കൃഷികളാണ് അവിടെ പറ്റുള്ളൂ. ഇവിടെ ഈ മണ്ണിന് ഏറ്റവും നല്ല വിളവ് കിട്ടുന്ന സാധനമാണ് റംബൂട്ടാൻ. പലവരും ഈ സമയത്ത് ഇപ്പോൾ ഈ തോട്ടങ്ങളിലൊക്കെ എന്ന് പറയുന്നത് റബ്ബർ വെട്ടിയിട്ടാണ് റംബൂട്ടാൻ പിടിപ്പിച്ചത്. അത് അതിനെപ്പറ്റി ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതെ. അത് വെച്ചാൽ ഇപ്പം മിക്കവരും ഈ ഏരിയയിൽ, നമ്മുടെ ഈ ഏരിയയിൽ എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയ ആൾക്കാർ ഭയങ്കരമായിട്ട് റബ്ബർ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് റബ്ബറിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്നതാണ്. റബ്ബർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെച്ചമില്ലാത്ത കേസാണ്. അപ്പോൾ എല്ലാവരും ഇത് റംബൂട്ടാനിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല വലിയ റബ്ബർ എസ്റ്റേറ്റുകളും വെട്ടിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ റംബൂട്ടാനിലേക്ക് തിരിഞ്ഞു പോകുന്ന കാരണം റംബൂട്ടാന് ഇനി വരും കൊല്ലങ്ങളിലും നല്ല സാധ്യതയാണ് നമുക്കുള്ളത്. ഓക്കെ. അതുപോലെ ജോയലെ, നമ്മുടെ രോഗകീട നിയന്ത്രണങ്ങൾ ഈ റംബൂട്ടാൻ കൃഷിയെ പറ്റി ഒരു പ്രധാനമായിട്ടൊരു ഘടകമാണല്ലോ.
അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ അത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കർഷകരും കാണുന്നതെന്ന് പറയുന്നത് ഇതിന് മീലി ബഗ് എന്ന് പറയുന്ന അസുഖമുണ്ട്. ഇതിന് മീലി ബഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മുടെ തൊണ്ടിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പാട് പോലെ വരും. ആ വൈറ്റ് പാടാണ് മീലി ബഗ് എന്ന് പറയുന്ന അസുഖമാണ്. അത് റംബൂട്ടാനെ ബാധിക്കണേ. നമ്മുടെ ഈ കായൽ കണ്ടോ? ഓക്കെ. ഇത് നമ്മൾ കാര്യം മരുന്നടിക്കും, പക്ഷേ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതാണ് മെയിനായിട്ടൊരു പ്രശ്നം കർഷകർ അനുഭവിക്കുന്നത്. അതിന് നമ്മൾ പെഗാസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് നമ്മൾ അത് അടിക്കണേ. അതിൻ്റെ ലിറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിയാണ് അതിൻ്റെ കണക്ക് തന്നെ. അത് നമ്മൾ സ്പ്രേ ചെയ്താണ് കൊടുക്കണേ നമ്മൾ മുകളിൽ കൂടെ. അപ്പോൾ ഇത്രയും വലിയ മരത്തിൽ എങ്ങനെ സ്പ്രേ ചെയ്യും? നമ്മളത് മോട്ടർ പമ്പാണ് അത് യൂസ് ചെയ്യണേ. അത് നമ്മൾ മോട്ടർ പമ്പ് 2-3 സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരു മോട്ടറിൽ നിന്ന് 2 പേർക്ക് അടിക്കാൻ പറ്റണ നോസിലിട്ട് കൊടുക്കും. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് അടിക്കുമ്പോൾ ഒരു ആൾ മറ്റേ സ്ഥലത്ത് കവർ ചെയ്ത് വരും. അങ്ങനെയാണ് നമുക്കത് അടിച്ചു തീരാം. ഓക്കെ. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കായ കൊഴിച്ചിലാണ്. അത് കായ കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ഇപ്പം ഈ സീസണിൽ നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കായ നല്ലോണം കായ ഉണ്ടായി. പക്ഷേ ഇപ്പം മരത്തിൽ കായ ഭയങ്കരമായിട്ട് കുറഞ്ഞതിൻ്റെ കാരണം ഈ സാധനത്തിന് മഴ ഇങ്ങനെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 മാസം കണ്ടിന്യൂസ് മഴയായിരുന്നു ഇവിടെ. വെയിലെന്ന് പറഞ്ഞ സാധനം വന്നിട്ട് പോലുമില്ല ആ സമയത്ത്. ഇപ്പോഴാണ് ഒന്ന് വെയിൽ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നടിക്കാൻ കുറച്ച് പരിമിതികളുണ്ടായി. ഈ മഴ പെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് അപ്പം തന്നെ പോകണ കാരണം നമ്മൾ മരുന്ന് അടിക്കാൻ പറ്റിയില്ല നമുക്ക് ഈ പ്രാവശ്യം. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അടിച്ച് തോട്ടം നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു. അത് കാരണം മീലി ബഗ് നമ്മുടെ തോട്ടത്തിലൊക്കെ മീലി ബഗ് എന്ന് പറയുന്നത് കുറവാണ്. പിന്നെ കൊഴിച്ചിൽ അത് എന്തായാലും ഒരു കുറച്ച് പെർസെൻറ്റേജ് കൊഴിഞ്ഞു പോകും. അതങ്ങനെയാണ്, അതൊരു പ്രകൃതി നിയമമാണ്. അത് നമുക്ക് അത് കൂടാതെ നമുക്ക് മൊത്തം കൊഴിഞ്ഞു പോകാതിരിക്കില്ല ഈ സാധനം. കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയാലാണ് കാര്യമുള്ളൂ. അതെന്ന് വെച്ചാൽ മരത്തിനല്ലെങ്കിൽ ഈ മരത്തിനൊരു കപ്പാസിറ്റി ഉണ്ട് ഇത് താങ്ങാൻ. ഈ ലോഡ് മൊത്തം ഈ മരം ചെറിയ മരമാണ്. നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു 5 വർഷം 6 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആയ മരങ്ങളാണ്. ഇത് ഒരുപാട് വലിയ മറ്റേ നമ്മുടെ തെങ്ങ് അല്ലെങ്കിൽ അത്ര ബലമുള്ള ഒരു മരമല്ലല്ലോ. ഈ രോഗപ്രതിരോധങ്ങളെയൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ നെറ്റ് കെട്ടേണ്ട പ്രാധാന്യം എന്തൊക്കെയാണ്? നെറ്റ് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും നെറ്റ് ഇടാതെ പറിക്കണവരുണ്ട്. നെറ്റ് ഇടാതെ പറിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുമിച്ച് പഴുത്ത് കിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇതിനുണ്ട്. നെറ്റ് ഇടാതെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴം നമ്മൾ പല സമയത്തായിട്ട് പറിക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കായയുടെ ക്വാളിറ്റിയിൽ വരാതെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം വരാൻ ചാൻസ് അല്ല, വ്യത്യാസം വരും. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപോലെ ഇതിൻ്റെ ഈ നെറ്റ് ഇട്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് സാധനം പഴുത്ത് കിട്ടും. നമുക്ക് ഒരുമിച്ച് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ ഒരു മരത്തുമ്പോൾ തന്നെ നമ്മളൊരു മരം മൊത്തത്തിൽ കംപ്ലീറ്റ്ലി റെഡ് കളറായ ആ മരം മൊത്തം പറിച്ച് ക്ലീൻ ചെയ്യും. അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മളത് വന്ന് കട്ടിങ് ഇല്ല. അതുമേ ഒറ്റ തവണ വന്ന് ഫുൾ കട്ട് ചെയ്ത് നമ്മൾ ഇറക്കി നമ്മൾ ലോഡ് കയറ്റും. അങ്ങനെയാണ് നമ്മുടെ രീതി. അത് നെറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ മരത്തിനൊരു റെഡ് കളർ ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഒരു ഹ്യൂമിഡിറ്റി അതിൻ്റെ ഉള്ളിൽ നിൽക്കണ കാരണം അത് റെഡ് കളർ ഒരുമിച്ചാവുള്ളൂ. അല്ലാതെ നമ്മൾ തിരിഞ്ഞ് റെഡ് കളറിലേക്ക് വരില്ല നമ്മുടെ തോട്ടങ്ങൾ. അത് കാരണം നമ്മുടെ എല്ലാ തോട്ടങ്ങളും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ നെറ്റിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ റംബുട്ടാൻ പഴം കഴിച്ചിട്ടാണ് നിപ്പ എന്ന് പറഞ്ഞൊരു പനി വന്നപ്പോൾ ഏറെ വിമർശനം നേരിട്ട ഒന്നാണ്. കഴിഞ്ഞ സീസണിലായാലും അതിന് മുമ്പത്തെ സീസണിലായാലും നിപ്പ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അത് വന്നത് നമ്മുടെ റംബൂട്ടാൻ്റെ നെഞ്ചത്തേക്കാണ് നിപ്പ വന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം, ഈ നെറ്റിട്ട് പരിപാലിക്കുന്ന തോട്ടങ്ങളാണെങ്കിൽ വവ്വാലിൻ്റെ ഉള്ളിൽ വവ്വാൽ പോയിട്ട് ഒരു കിളി പോലും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. നമ്മുടെ തോട്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1000 മരത്തെ തോട്ടമാണ്. ഇവിടെ നമ്മൾ വലിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റം തുടങ്ങി അപ്പുറത്തെ അറ്റം വരെ നെറ്റ് കണക്ട് ചെയ്താണ് നമ്മൾ അടിക്കണത്. കണ്ടിന്യൂസ് ആയിട്ടാണ് അടിക്കണത്. നമ്മുടെ മുകളിലേക്ക് ഇപ്പോൾ ഈ ക്ലൈമറ്റ് നമുക്ക് കാണാൻ പറ്റില്ല ക്യാമറയിൽ, എന്നാലും ജസ്റ്റ് പൊക്കിയെ കാണാൻ പറ്റും. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റം തുടങ്ങി വലിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മരത്തുമ്മയും കൂടി മുകളിൽ കൂടെ നെറ്റ് പോയാൽ എങ്ങും കട്ടിങ്ങില്ല. നേരെ അറ്റത്ത് പോയാലാണ് നമ്മുടെ എൻഡ് വരുള്ളൂ നമ്മുടെ നെറ്റിൻ്റെ. അപ്പോൾ അത് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, നിപ്പ റംബൂട്ടാനിൽ നിന്നല്ല തന്നെ. പിന്നെ അതുപോലെ അങ്ങനെയാണെങ്കിൽ വരാൻ ഇപ്പോൾ നമ്മുടെ തേനി സൈഡിൽ നിന്നൊക്കെ പേരക്ക വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് തണ്ണിമത്തങ്ങ ഇതിലൊക്കെ വന്ന് ഇനിയിപ്പോൾ നമ്മുടെ വവ്വാലിന് കടിക്കാൻ പാടില്ലേ. പേരക്കയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാ പേരക്കയ്ക്കും പാടുള്ള പേരക്കയാണ്. ഈ റംബൂട്ടാനിൽ പാട് വന്നാൽ അത് പെട്ടെന്ന് കാണാൻ പറ്റും നമുക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്മേ ഒരു പാട് വരും, അതിനെ ഒരു ക്രാക്ക് ഉണ്ടാവും നമ്മുടെ റംബൂട്ടാന്. ഈ വവ്വാലൊക്കെ വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. റംബൂട്ടാൻ്റെ വിപണി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വരും നാളുകളിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ
അതുമാതിരി പ്രൊഡക്ഷനാണ് പല സ്ഥലത്തും. നമ്മുടെ ഈ മലയാറ്റൂർ ആയാലും ചാലക്കുടി ആയാലും നമ്മുടെ തൊടുപുഴ പാല സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഈ കൃഷി കണ്ടമാനമായി തുടങ്ങി. ഇനി അങ്ങോട്ട് വരുന്ന ആളുകളിൽ ഇതാണ്ട് കൂടാനാണ്. ഇപ്പോഴും എനിക്കറിയണ പലവരും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 20 ഏക്കറിലും 30 ഏക്കറിലും പ്ലാന്റ് ചെയ്യണ പലവരും നമുക്കറിയാം. ഇവരൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല, ലോക്കൽ മാർക്കറ്റ് മാത്രമല്ല, വിദേശ മാർക്കറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ സൈഡ് നമ്മുടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാനാണ് ഏറ്റവും നമുക്ക് സുഖം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പുറം രാജ്യങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ സോർട്ട് ചെയ്ത് അത് എക്സ്ട്രാ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. നമ്മൾ അത്രയും ടോപ്പ് ക്വാളിറ്റി സാധനമാണെങ്കിൽ മാത്രമാണ് അവിടെ ചെല്ലുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്ത് അവിടെ വെച്ച് റിജക്റ്റ് ചെയ്ത് നമ്മുടെ പൈസ കണ്ടമാനം ലോസ് ആവും. അങ്ങനെ ലോസ് വന്നവരുണ്ട്. പക്ഷേ സാധ്യത നല്ല ഹൈ ആണ് ഇപ്പോഴത്തെ നല്ല സമയത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, പിന്നെ ഇപ്പോൾ ശ്രീലങ്ക ഉണ്ട്. അതിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ ചാലക്കുടി, അങ്കമാലി, മലയാറ്റൂർ, പാല, കോട്ടയം സൈഡ് ഒക്കെയാണ് റംബൂട്ടാൻ വിപുലമായിട്ടുണ്ടാവണേ. അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ ഇപ്പോൾ കണ്ടമാനം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കൃത്യമായിട്ടൊരു ഗൈഡ്? ഇപ്പോൾ ആര് പറഞ്ഞ് വളം ചെയ്യണേലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ ടീമുണ്ട്. അവർക്ക് നഴ്സറിയാണ്, ഹോം ഗ്രോൺ നഴ്സറി. അവരെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഹോം ഗ്രോൺ. അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റംബൂട്ടാൻ്റെ A to Z, അവർക്ക് റംബൂട്ടാൻ മാത്രമല്ല, അവർക്ക് പുലാസനുണ്ട്, അവർക്ക് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പല ഫ്രൂട്ട്സും അവരാണ്. അവർക്ക് ഇതിൻ്റെ ലാബ് വരെയുണ്ട്. അവർ തന്നെ അവർക്കൊരു എസ്റ്റേറ്റാണുള്ളത്. അവർ പല രീതിയിൽ ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളായിട്ട് ഇതിൽ ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ടീമാണ് അവർക്കുള്ളത്. അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വളമാണ് ചെയ്യണേ, എത്ര അടിയിൽ ഇത് നടണം, എല്ലാ ഡീറ്റെയിൽസും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളവർ പലവരും പല രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ, വളപ്രയോഗവും ഇത് MLും കാര്യങ്ങളൊക്കെ പല പല അഭിപ്രായങ്ങളാണ് പലവർക്കും. അത് വെച്ചാൽ നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് മറ്റേ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കേസും. വളത്തിൻ്റെ കാര്യത്തിൽ പലവരുടെ അടുത്തും മാറി മാറി ചെന്ന് കഴിയുമ്പോൾ ഇത് ഓരോ രീതിയിലേക്ക് മാറും. അതിലും ഭേദം നിങ്ങൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്യുക. ഹോം ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ തോട്ടത്തിൽ എന്ന് വെച്ചാൽ അവരുടെ നിന്ന് തൈ പോലും നിങ്ങൾക്ക് അവരുടെ നിന്ന് എടുക്കാം. അപ്പോൾ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ അവരുടെ ടീം നിങ്ങളുടെ തോട്ടത്തിൽ വന്ന് നിങ്ങളുടെ തോട്ടം അനലൈസ് ചെയ്ത് അവർ സ്റ്റഡി നടത്തിയൊക്കെ റിപ്പോർട്ടൊക്കെ തരും. അങ്ങനെയുള്ളൊരു നല്ല ടീമാണ് ഹോം ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ റംബൂട്ടാൻ്റെ മാർക്കറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൃഷിയെ സംബന്ധിച്ച് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ജോയലിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ നമ്പറും ഫാദർ നമ്പറും കൊടുത്തേക്കാം. ഇപ്പോൾ ജോയലിൻ്റെ കാൽക്കുലേഷനിലൊക്കെ ഈ ഒരു റംബൂട്ടാൻ കർഷകരുടെ എത്ര കോടിയുടെ ആസ്തിയായിരിക്കും ഇന്ത്യ മൊത്തം എടുത്ത് കിട്ടുക? ഇന്ത്യ മൊത്തം എന്ന് പറയുന്നതിലും ഭേദം നമുക്ക് കേരളം എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ആകെ ഈ റംബൂട്ടാൻ ഉണ്ടാവുക. നമ്മുടെ കേരളത്തിലും അതും ഈ പറയുന്ന പാലക്കാട് തുടങ്ങി കോട്ടയം സൈഡ്, പാല സൈഡൊക്കെയാണ് നമ്മൾ റംബൂട്ടാൻ മെയിനായിട്ട് കൃഷി ഉണ്ടാവുക. ഏകദേശം ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം എങ്ങനെ പോയാലും ഒരു 2000-2500 കോടി രൂപയുടെ ബിസിനസ് ഈ റംബൂട്ടാനിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഉത്ഭവം എന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം ഒക്കെയാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത്. ഒരു കാലത്ത് അവിടെ ആയിരുന്നല്ലോ ഇതിൻ്റെ. അതെ, അവിടെ നിന്നാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ വന്നതും. ഇന്ത്യയിൽ വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി, ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ റംബൂട്ടാൻ വരുന്നുള്ളൂ. റംബൂട്ടാനും മാത്രമല്ല മംഗൂസ്റ്റിനും. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ളവർക്കാണ് ഇത്രയും റേറ്റ് കൊടുത്ത് അന്നത്തെ ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കിലോന് ഒരു 800-900 വരെ കൊടുക്കണവരുണ്ട് ഇത് 1 കിലോ മേടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റിയത് നമ്മുടെ കേരളത്തിലുള്ള പ്രൊഡക്ഷൻ കാരണമാണ് പറ്റിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഇത് സ്ഥിതി അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പ്രൊഡക്ഷൻ കൂടുന്തോറും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണ സാധ്യത കുറഞ്ഞു വരാണ് ഈ റംബൂട്ടാൻ മംഗൂസ്റ്റിനൊക്കെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നമ്മുടെ ഇന്ത്യയിൽ 145 കോടി ജനങ്ങളിൽ ആകെ ഈ കേരളത്തിൽ ഈ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റംബൂട്ടാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഉണ്ടാവുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യാൻ ഇത്രയും പോരാ. ഇതിലും കൂടുതൽ സാധനം കൃഷി എന്തോരം ആയാലും ഈ സാധനം മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിനുള്ള ആൾക്കാരുണ്ട്. പുതിയ പുതിയ കച്ചവടക്കാർ വരുന്നതാണ്. ഓരോ വർഷവും കൂടുന്തോറും കച്ചവടക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല തോട്ടങ്ങൾ കൂടിയുണ്ട്. അതും തോട്ടങ്ങൾ വരുന്നത് 5, 10, 20 മരമായിട്ടല്ല വരുന്നത്. ഇതിൻ്റെ തോട്ടം വരുന്നത് 500 മരം, 1000 മരം, 2000 മരം അങ്ങനെയുള്ള തോട്ടങ്ങളാണ്, വലിയ വലിയ തോട്ടങ്ങളാണ് ഇതിലേക്ക് വരുള്ളൂ.
എന്നാലാണ് ഇത് പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജോയലിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സുള്ളൂ. 24 വയസ്സ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ബിസിനസ്സിലേക്ക് സംരംഭങ്ങളിലേക്ക് ഇറങ്ങിയല്ലേ? അതെ. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റംബൂട്ടാൻ്റെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 13-14 കൊല്ലമായി റംബൂട്ടാൻ്റെ ഫീൽഡിൽ. അത് ഫാദറായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ഈ റംബൂട്ടാനെ പറ്റി സ്റ്റഡികൾ നടത്തി, ഇതിൻ്റെ ഫ്യൂച്ചർ സ്റ്റഡി നടത്തി. എന്നിട്ടാണ് എനിക്ക് തന്നെ ഓൺ എക്സ്പോർട്ടിങ് ഉണ്ട്. നമ്മൾ GCC മൊത്തം നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ സാധനം കയറ്റി വിടുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യം ഇതിൻ്റെ ഉത്ഭവം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെ ആൾക്കാർ പോയി തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യയൊക്കെ പോയി ആൾക്കാർ ഈ സാധനം കണ്ട് അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് നമ്മുടെ പല പല വീടുകളിൽ ഇതായി തുടങ്ങി. വീടുകളിലായി തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഒരു കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യാൻ അപ്പോഴും ഒരു ധാരണയില്ല. ആൾക്കാരുടെ വീട്ടിൽ പലതും അത് ഈ വെറൈറ്റി അല്ല, N18 വെറൈറ്റി അല്ല വേണേ, അതൊരു നാടൻ കായ എന്നുള്ള രീതിയിലാണ് റംബൂട്ടാൻ വന്ന് കൃഷി ചെയ്ത് അതിവിടെ ഓക്കെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. അത് ഈ N18ലും പ്രൊഡക്ഷനാണ് ഈ പറയുന്ന സാധാ നാടൻ കായക്ക്. നാടൻ കായ ഞാൻ കാണിച്ചാൽ അത് മുകളിൽ സ്ഥലത്താണ് ഉള്ളത്, അവിടേക്ക് അങ്ങ് പോകുമ്പോൾ കാണാം. അപ്പോൾ ആ കായാണ് ഭയങ്കര ഇത് കൂടുതൽ ഉൽപ്പാദനം വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇതെന്തുകൊണ്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്തുകൂടാ, വലിയ വലിയ ബിസിനസ് സാധ്യതകളാണ് ആൾക്കാർ തുറന്നത്. അന്ന് ആൾക്കാർ പലവരും ഒരു 50 മരം 100 മരം ഒക്കെ ആയിട്ടാണ് വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ അത് മാറി ആൾക്കാർ മാറി ചിന്തിച്ചു എന്തുകൊണ്ട് ഈ റബ്ബർ മൊത്തം വെട്ടി നമ്മൾ വലിയ രീതിയിൽ ചെയ്തുകൂടാ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഇതിൻ്റെ സാധ്യതയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വലിയ വലിയ കൃഷികളാണ്, ഇപ്പോൾ ടൺ കണക്കിനാണ്. നമുക്ക് തന്നെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 2-3 ടണ്ണൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ കായ പൊട്ടിക്കുന്നുണ്ട് തോട്ടത്തിൽ നിന്ന്. നമ്മളിപ്പോൾ റംബൂട്ടാനും മംഗൂസ്റ്റിനും കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം അത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ ഇവിടുന്ന് പോയണവർക്കായ ഫുഡ് ഐറ്റംസ്, നമ്മുടെ ഗ്രോസറി ഐറ്റംസിൽ കടല, പരിപ്പ്, അരി, അങ്ങനത്തെ ഫ്രോസൺ ഐറ്റംസ്, നമ്മുടെ സമൂസ, റെഡി ടു ഈറ്റ് ബിരിയാണി, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇവിടെ തിന്നാൻ നമ്മുടെ സമൂസയും ഇതൊക്കെ തിന്നാൻ ആഗ്രഹമുള്ള മലയാളികൾ പല രാജ്യത്തുണ്ടാവും. UK, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുകാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ടേസ്റ്റുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, എക്സ്പോർട്ടിങ്. അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. 3 വർഷമായി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. UK ചെയ്യുന്നുണ്ട്, മാൾട്ട ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാനഡ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ന്യൂസിലൻഡിൻ്റെ ഓർഡർ നമുക്ക് വരാൻ പോകുന്നു, അത് നമ്മൾ ഉടനെ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് സാധന പ്രൊഡക്റ്റ് തരാനോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് ആർക്കെങ്കിലും വിദേശത്തുള്ള സൂപ്പർ മാർക്കറ്റുകാർക്കൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പച്ചക്കറി, നെല്ല് ഇങ്ങനെയൊക്കെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് നമ്മൾ യൂറോപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ നമ്മൾ പാലക്കാട് നിന്നാണ് അരി, ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും നമ്മളത് ഇപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് എടുക്കും, നെല്ലൊക്കെ ആണെങ്കിൽ എടുക്കും, അരി നമ്മൾ എല്ലാം ചെയ്യുന്നതാണ്. നമുക്കൊരു 900 പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ട് നമുക്ക് യൂറോപ്പിലേക്ക് വേണ്ടി മാത്രം. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ കർഷകരുടെ അടുത്ത് പോയി നമ്മൾ കർഷകരുടെ അടുത്ത് പോയി നേരിട്ട് എടുക്കും. നമ്മൾ കടല, പരിപ്പൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യ സൈഡുകളിൽ പോയാണ് എടുക്കുന്നത്. ബാക്കി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കും. നമ്മുടെ അരിയൊക്കെ മട്ട റൈസ് തന്നെ ഉപയോഗിക്കണ അവിടേക്ക് വിടുന്നത് നമ്മുടെ ഇതിലാണ് പോകുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് റെക്മ എക്സ്പോർട്സ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഓക്കെ ജോലിനൊക്കെ എല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി മറ്റും നോക്കി പോകാതെ 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൃഷിയിലേക്ക് ഇറങ്ങി, അപ്പോൾ ജോലിനെ പോലുള്ളവരാണ് ഇനി എല്ലാവർക്കും മാതൃകയാവേണ്ടത്, എല്ലാ കുട്ടികൾക്കും. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൊട്ടേ നമ്മൾ ഇതിൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബികോം സെക്കൻഡ് ഇയറിൽ തുടങ്ങി ബിസിനസ്സിനെ പറ്റി ആലോചിച്ച് അതിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ബിസിനസ് മാർഗ്ഗമാണ് കൃഷി. അതെ, ടെൻഷൻ ഇല്ലാത്ത ബിസിനസ് മാർഗ്ഗമാണ്. പിന്നെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാം, നമുക്ക് വേറെ ഒന്നിനെയും പറ്റി, പിന്നെ നമ്മുടെ തന്നെ ഓൺ മാർക്കറ്റിംഗ് ആണ്. നമുക്ക് വേറെ ടെൻഷൻ ഇല്ല എന്നല്ല, ടെൻഷൻ ഉണ്ട്, പക്ഷെ നമുക്കതൊരു ആസ്വാദമായ ടെൻഷനിലൂടെ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമുക്കത് കൂടുതൽ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കെന്ന് വെച്ചാൽ ഒരു വിദേശത്ത് പോകണേക്കായും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഇതും ഒക്കെ അനുഭവിച്ച് നിൽക്കാനാണ് ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട് ടെൻഷനും ഇല്ലാതെ. അപ്പോൾ തീർച്ചയായിട്ടും ജോയലിനെ എല്ലാവരും മാതൃകയാക്കേണ്ടതാണെന്നാണ്
അല്ലേ? അതെ, ഓക്കെ. എല്ലാവരും ഫീൽഡിലേക്ക് പറ്റേ. നമുക്ക് എക്സ്പോർട്ടിംഗ് ഒക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഭയങ്കര പ്രൊമോഷനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടിങ്. ഇപ്പോൾ കൃഷിക്കായാലും എന്ത് സാധനവും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ പാക്കിംഗ് ക്രെഡിറ്റ് ആയാലും അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടംമാതിരിയാണ്. ഞങ്ങൾ ഇതിൽ ഫീൽഡിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അനവധി ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പം നിലവിലിപ്പോൾ ഇന്ത്യ UK തമ്മിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റ് 100% ഡ്യൂട്ടി ഫ്രീ ഉള്ള ഐറ്റംസ് വരെ നമുക്ക് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്കിപ്പം മുതലാക്കാൻ പറ്റിയ സമയമാണ്. നമുക്ക് ധൈര്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതെ, അപ്പോൾ കൃഷിയുടെ അളവും ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ജോയൽ ഇതുപോലൊരു നൂതന ആശയം കൃഷിയിലേക്ക് ന്യൂജൻ പിള്ളേർക്ക് ഇത് നൂതന ആശയം പോലെയാണ്. ഓക്കെ ജോയൽ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയലിൻ്റെ ഈ ഒരു സംരംഭം വളർന്ന് നല്ലൊരു നിലയിലെത്തട്ടെ. അന്നേരം നമുക്ക് വീണ്ടും സക്സസ് ആയി ഒരു അടിപൊളി വീഡിയോ കൂടെ എടുക്കാൻ നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ എഫോർട്ടിനെ ഒരുപാട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിവിടെ വന്നാൽ നിങ്ങൾക്കും നമ്മുടെ താങ്ക് യു. ഓക്കെ, ശരി.